അതാണ് അച്ഛൻ ആദ്യമേ പറഞ്ഞത്. ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമുക്ക് ഉടമ്പടി ഒരു ബോധമാണ്. എന്താ ബോധം? നമ്മൾ എവിടെ ചെന്നാലും മുൻകൂട്ടി പറയേണ്ട കാര്യങ്ങളില്ല. ആ സമയത്ത് അറിവ് നൽകുന്ന സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് ജോജിയുടെ വൈഫ് പറഞ്ഞത്, അമ്മ ഇവിടെ ഉണ്ടല്ലോ, ഈ പെരുവഴിയിലാണെങ്കിൽ അമ്മ ഉണ്ടല്ലോ, ഇവരോട് സമാധാനം പറയാൻ പറയും. പെട്ടെന്നാണ് സമാധാനം പറയാം. ലൈറ്റ്നിങ് മിന്നൽ പോലെ സമാധാനം പറയും. അവരവരുടെ വഴിക്ക് പോകും. അവർ വഴിക്ക് പോവുകയും ചെയ്യും. 3 ദിവസത്തിലുള്ള സാധനം റൈറ്റ് ഓഫ് ആകും. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ഇമ്മീഡിയറ്റ്. അപ്പോൾ ഇത്രയും നമ്മൾ ബലമുള്ളവരാണെന്ന് ഓർക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഉടമ്പടി നിങ്ങൾ ഉഴപ്പരുതെന്ന് പറയണതും. ഉടമ്പടി ഒരു ടെക്നിക്കലായിട്ടുള്ള ആക്ടിവേഷൻ അല്ലാതെ, ഇപ്പം മൊബൈൽ ആക്ടിവിറ്റി ചെയ്യത്തില്ലേ, ആ ബട്ടൺ കുത്തി ഈ ബട്ടൺ കുത്തി ഇങ്ങനെ കുത്തി സേവ് ചെയ്ത് സെൻഡ് ചെയ്ത് അങ്ങനെയുള്ള മെക്കാനിസം അല്ല ഉടമ്പടി. ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ജീവിത രീതിയും ഒരു ബിഹേവിയറിസമാണ്. കവനൻ്റ് ഇസ് നോട്ട് എ മെക്കാനിസം ബട്ട് എ ബിഹേവിയറിസം. ബിഹേവിയറിസം ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. ഒരു ബിഹേവിയർ ലൈഫാണത്. ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടി, നമ്മുടെ പെരുമാറ്റം കണ്ടാൽ ദൈവത്തിന് തോന്നണം നമ്മൾ ഉടമ്പടിയിലാണെന്നുള്ളത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ജീവിതമെന്ന പെരുമാറ്റ രൂപങ്ങളിലേക്ക് ഞങ്ങളെ പരിവർത്തനം ചെയ്യിക്കണമേ. ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്ന് പറയണതേ, ഇപ്പം കരുണ കാണിക്കാൻ കുറച്ച് സമയമെടുക്കുകയാണെങ്കിൽ അത് പ്രെയർ ടൈമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടി 3 ആക്ടിവേഷൻ പ്രിൻസിപ്പിളുണ്ട്. എന്തൊക്കെയാണ്? പ്രെയർ, പ്രൊക്ലമേഷൻ ആൻഡ് പ്രാക്ടീസ്. എന്തൊക്കെയാണ് ഉടമ്പടിയിലെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ 3 എണ്ണമാണ്. എന്താണ്? പ്രാർത്ഥന, പ്രഖ്യാപനം, പ്രയോഗം. ഇതൊക്കെ ആദ്യകാല ക്ലാസ്സെങ്കിലുള്ളതാണ്. ഇപ്പം ഞാൻ പറയാറില്ല. ഇപ്പം നിങ്ങളോട് പറയണേ, ഉടമ്പടിയിൽ ഒരു സംഭവം ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ പ്രാർത്ഥന, അതിനകത്ത് ലിങ്ക് പോകരുത്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ ചാറ്റമഴ പോലെ തന്നെയും പിന്നെയും പെയ്യുകയല്ല. അതിൻ്റെ പ്രാർത്ഥന മനസ്സാണ്. എപ്പോഴും ദൈവത്തെക്കുറിച്ച് ഓർക്കുക, ശ്രദ്ധിക്കുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ബൈബിൾ എടുത്ത് നോക്കുക. അതിനെ അരമണിക്കൂർ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒറ്റ ശ്രദ്ധ വായിക്കാനുള്ളതല്ല. 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ വായിച്ചാൽ മതി. അത് ബൈബിൾ തന്നെ എടുത്ത് വായിക്കണമെന്നില്ല. ബൈബിൾ ഉണ്ടെങ്കിൽ ആ മൊബൈൽ ഓൺ ചെയ്തിട്ട് ബൈബിൾ വായിച്ചാൽ മതി. നമുക്കുള്ള സാധ്യതയെല്ലാം പ്രയോജനപ്പെടുത്തണം ഇപ്പോൾ ആൾക്കാർ. കാര്യം ഉടമ്പടി എടുത്തിരിക്കുന്നതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരു 90% പേരും എബോവ് ആവറേജ് എഡ്യൂക്കേഷനുള്ള ആൾക്കാരാണ്. എബോവ് ആവറേജ്. അപ്പോൾ അവർക്കിതെല്ലാം ആക്ടിവേറ്റ് ചെയ്യാൻ പെട്ടെന്ന് കഴിയും. അതുകൊണ്ടാണ് വെടിക്കെട്ട സാക്ഷ്യങ്ങളൊക്കെ അവർ പറയുന്നതിൻ്റെ കാര്യത. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അവർക്കതിനെക്കുറിച്ച് തിട്ടമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ കാലം നമുക്ക് നൽകുന്ന എല്ലാ സാധ്യതകളും ദൈവത്തിൽ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ജോജിക്ക് ഇപ്പം ജോലിയില്ലാതെ നടക്കുകയല്ലേ. അപ്പം ജോജിയുടെ ഒരു പ്രശ്നമുണ്ട്, ഗുരുതരമായ ഒരു പ്രശ്നമുണ്ട്. ഈ കടയുടെ പ്രശ്നം മാത്രമല്ല, വേറെ ഒരു പ്രശ്നമുണ്ട് പുള്ളിക്ക്. പുള്ളിക്ക് പുറത്തൊന്നും ജോലി കിട്ടത്തില്ല. ഇതുപോലെ കടയെ കൃഷിയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ആരും ഒരു കമ്പനിക്കാരും ജോലി കൊടുക്കത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ SLC ബുക്ക് കിട്ടിയപ്പോൾ മൊത്തം തെറ്റാണ് അഡ്രസ്സ്. ആ SLC ബുക്ക് വായിച്ചാൽ വീട്ടുപേര് തെറ്റാണ്, ഇനിഷ്യൽ തെറ്റാണ്, അയാളുടെ പേരും തെറ്റാണ്. ഇയാളെ ആ SLC കാലം തൊട്ട് ഈ മനുഷ്യൻ ഇയാളുടെ ജീവിതത്തിൽ വന്ന ശാപമായ പോലെ വന്ന സംഭവമാണ്. അത് കാരണം ഇത് തിരുത്താൻ വേണ്ടി RDO അതുപോലെ തന്നെ തഹസിൽദാർ, അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ, ഇങ്ങനെ ഗവൺമെൻറ് ഇതുപോലെയുള്ള തിരുത്തൽ സങ്കേതങ്ങളിലൊക്കെ പുള്ളിക്കാരൻ നടന്ന് ഒരു 2 കൊല്ലമൊക്കെ നടക്കും. അങ്ങനെ 20 വർഷം പല ഓഫീസിൽ കയറി ഇറങ്ങി ഇതിനു വേണ്ടി ഉണ്ടാകുന്ന അവർ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും ഉണ്ടാക്കിയിട്ടും ഇന്ന് വരെ ഒരു പുല്ലും നടന്നിട്ടില്ല. ആകപ്പാടെ വല്ലാത്ത ജീവിതം. ഇനി പഠിത്തത്തിൻ്റെ പരിപാടി നിർത്തി. എന്താ കാര്യം? സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് തെറ്റാണ്. ഇപ്പം നിങ്ങൾക്കറിയില്ല, പാസ്പോർട്ടിലൊക്കെ പേരൊക്കെ തരി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും? ഒന്ന് റിജക്റ്റ് ചെയ്യും സംഭവം. ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം ഞാനൊരു രാജ്യത്ത് ചെന്നപ്പോൾ
അവിടെ നമ്മൾ തന്നെ, അവിടെ നമ്മളാരും അവിടെ എമിഗ്രേഷന് വെച്ചിട്ടില്ല. കമ്പ്യൂട്ടറാണ് എമിഗ്രേറ്റ് ചെയ്യണത്. നമ്മൾ ഡേറ്റ അടിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ കൃഷ്ണമണിയും കൈയും കാലും അഡ്രസ്സും എല്ലാം ഓൾറെഡി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോൾ ഒരു വരകം തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മളവിടെ നിൽക്കാനേ പറ്റത്തുള്ളൂ, റിജക്റ്റ് ചെയ്ത് കളയും. അത് കാരണം കൊന്തയും ചൊല്ലിക്കൊണ്ടാണ്. അപ്പോൾ എന്നെ വിജയകുമാർ സാർ സഹായിച്ച് അവിടെ ചെന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കാരണം നമ്മൾ ഒരു സ്പെല്ലിങ് ഒരു അക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ റിജക്റ്റ് ചെയ്യും. അവിടെ ആളില്ല, അവിടെ മിഷനല്ലേ, മിഷന് കണ്ണും മുക്കും ഉണ്ടാ, പറഞ്ഞാൽ മനസ്സിലാവുക. എന്ത് അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ചെറുപ്പക്കാർ ഭയങ്കര ശ്രദ്ധിക്കണം കേട്ടാ, ഭയങ്കര സീരിയസ് കാര്യമാണ്. ശ്രുതിക്കട്ടെ മക്കളെ, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ പെട്ടെന്ന് ജോജിയുടെ കടയെല്ലാം പൂട്ടി വരുമാനമെല്ലാം നിലച്ചപ്പോൾ ഒരു കൂട്ടുകാരൻ പറഞ്ഞ്, എടാ ആലപ്പുഴ ഒരു മാതാവുണ്ട്, ഈ സർട്ടിഫിക്കറ്റ് തിരുത്തി തന്നെ നേരെയാക്കുന്ന ആളുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഇവിടെ വന്നത്. മാതാവ് പലതരത്തിലുള്ള ആൾക്കാർ അറിയപ്പെടുന്നത്. അവൻ ജോയിയുടെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാവും. അങ്ങനെ പറഞ്ഞിരിക്കണം, ആലപ്പുഴ ഒരു മാതാവുണ്ട്, ഇതൊക്കെ നേരെയാക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ ഇവിടെ വന്നപ്പോഴാണ് കേൾക്കണത് സഞ്ചാരി മാതാവാണെന്ന്. അപ്പോൾ അതിന് പുള്ളിക്ക് സന്തോഷമായി. എന്താ കാര്യം, പുള്ളി ഒറ്റക്ക് കിടന്ന് ജീവിച്ച ആളാണ്. പുള്ളിയെ സഹായിക്കാൻ പ്രത്യേകിച്ച് ആൾക്കാരില്ല. ഇപ്പം സഹായിക്കാൻ ഒരാളെ കിട്ടിയില്ല എന്നുള്ള സന്തോഷത്തിൽ പുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ട് കയറി വിശ്വസിച്ച്. അങ്ങനെ അനുഗ്രഹം കിട്ടി, അതിൻ്റെ വിശ്വസിക്കാനുള്ള അനുഗ്രഹം കിട്ടി. ആ പുള്ളിയെ നോക്കിയപ്പോൾ ഇവിടെ ഓരോരുത്തരും ഇല്ലാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ കാര്യം, ഉപ്പുണ്ട്, പിന്നെന്താണ് ഉടമ്പടി തൈലമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. എന്താ കാര്യം, ഇതെല്ലാം ഒന്ന് പ്രാർത്ഥന, ഒന്ന് നമ്മൾ ഈ ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യണം എങ്ങനെയാണ്, 1 പ്രാർത്ഥന, 2 പ്രഖ്യാപനം, 3 പ്രയോഗം. അപ്പോൾ ഈ ഉപ്പൻ്റെതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് ആക്ടിവേറ്റ് ചെയ്യാനാണ് പ്രയോഗം വരണത്. ഇതെന്ത് നമ്മൾ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് സാന്നിധ്യം സംലഭ്യമാകും. അതുകൊണ്ടാണ് ഈ ഉടമ്പടി നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഉടമ്പടിയിൽ അയക്കുന്നവർക്കുള്ള ഓഫർ എന്താണ്, ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നിങ്ങൾ എവിടെയായിരുന്നാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഈ ഉണ്ടാകുന്ന ആളിൻ്റെ ശക്തി അവിടെ സംലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗവിധികളുള്ളത്. ആ പ്രയോഗവിധികൾ എന്താ ചെയ്യണത്, അത് ഈ ജോജി പറയണ, ഞാൻ ഇത് അറിഞ്ഞോടുകൂടി ഞാൻ ഈ ഉപ്പ് എടുത്തുകൊണ്ട് വില്ലേജ് ഓഫീസിൽ പോയിരുന്നു. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം കേട്ടോ, നല്ല സാക്ഷിയാണ്. കാര്യം 20 കൊല്ലമായിട്ട് നടക്കാത്ത കാര്യമല്ലേ, സർട്ടിഫിക്കറ്റിൽ വന്നിരിക്കുന്ന പെശകല്ലേ. അപ്പോൾ എത്രയോ കാലം ഈ മനുഷ്യൻ ഇതുപോലെ വില്ലേജ് ഓഫീസ് മാറി വന്ന വില്ലേജ് ഓഫീസ്, താലൂക്ക് ഓഫീസിൽ പോകും. അവർ 100,000 ഉടായ്പകൾ പറഞ്ഞ് ഇയാളെ മടക്കുകയാണ് പതിവ്. അയാൾ വെൽക്കം ചെയ്യത്തില്ല. പക്ഷെ ഇയാളെന്ത് ചെയ്ത് ചെല്ലുമ്പോൾ തന്നെ പുള്ളി പറയുന്നത്, ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിൻ്റെ 2 തരികൾ വില്ലേജ് ഓഫീസിൽ ഇട്ടെന്ന്. അതാണ് പ്രയോഗം എന്ന് പറയുന്നത്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അയാളത് പറയുന്നുണ്ട്, ഇത് കൂടോത്രം മന്ത്രവാദമൊന്നുമല്ല, ഒരു വ്യക്തിയിലെ വിശ്വാസത്തെ പ്രയോഗിക്കുന്നതാണ്. എന്താ വിശ്വാസം, അവൻ്റെ വിശ്വാസം എന്താ, യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയണം. ദൈവം അവനെ മരിച്ചവെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതിൻ്റെ ആക്ടിവേഷനിലാണ് ഈ ഉപ്പ് ഇടണത്. എന്താ കാര്യം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇടണത്. തടസ്സങ്ങൾ മാറ്റുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ 10:17 വായിച്ച്, 10:17 അപ്പോസ്തലന്മാർക്ക് തടസ്സങ്ങൾ മാറ്റാനുള്ള അധികാരം കൊടുക്കുന്നുണ്ട്. ലൂക്കാ 10:17 വായിച്ചവനെ ശ്രുതികട്ടെ, ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കാ 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചുവന്നു പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അതാ ആർക്കാണ്, ക്രിസ്തുവിനല്ല. ഇതാരാണത് പ്രഖ്യാപിക്കണം, അവന് കീഴ്പ്പെടുകയാണ്. അതാ എൻ്റെ ഫോർമുല. എന്താ പറയണത്, ഏറ്റു പറഞ്ഞ് 10:17 ലൂക്ക എന്താ പറഞ്ഞ, കർത്താവേ നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അപ്പൊ പിശാച് വരെ കീഴ്പ്പെടുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ നിയമങ്ങളൊക്കെ അതിന് താഴെ ഉള്ളൂ. അപ്പൊ ലോകത്ത് നിന്റെ ജീവിതത്തിന് അട്ടിമറിക്കുന്ന എല്ലാ ശക്തികളെയും
തട്ടിത്താഴെയിടാൻ വേണ്ടിയുള്ള പ്രയോഗബുദ്ധികളാണ് വിശ്വാസ പ്രഖ്യാപനത്തിൽ വരണത്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. കഴിയുമ്പോഴേ ആരാണ് നമ്മൾ എന്താ വിശ്വസിക്കുന്നത്? യേശു മരിച്ചുയർത്തുന്നിട്ട് യേശു ആരാണെന്ന് വിശ്വസിക്കുന്നു? യേശു കർത്താവാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 10:17 ശ്രദ്ധിക്കട്ടെ. നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, ഹല്ലേലൂയ. റോമ 10:9. റോമ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പൊ എല്ലാ തരത്തിലും രക്ഷപ്പെടുന്നതിനുള്ള ഫോർമുല എന്താണ്? യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റു പറയണം. അപ്പോൾ അവിടെ എന്താ പ്രശ്നം? അപ്പോഴേ നമ്മൾ ആരെയും പോയി പട്ടാങ്ങിയായിട്ട് നിൽക്കത്തില്ല. സാറേ എന്തെങ്കിലും മാർഗം കൊണ്ട് ചെയ്ത് തന്നെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടതാണെന്ന് പട്ടാങ്ങി പറയത്തില്ലേ? അത് യേശു കർത്താവായിട്ട് സ്വീകരിക്കുന്നവൻ അനാവശ്യമായ പട്ടാങ്ങി. അപ്പം നിങ്ങളെങ്ങനെ സാറേ എന്ന് പറഞ്ഞിങ്ങനെ കെഞ്ച് അവരൊക്കെ കൊടുക്കേണ്ട മാന്യത കൊടുക്കണം, അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. കാര്യം സമൂഹത്തിൻ്റെ സെർവൻ്റാണ് അവർ, ദൈവം അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണ് അവർക്ക്. പക്ഷേ അവിടെ തട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരോട് മാന്യതയില്ല പെരുമാറുകയും ചെയ്യരുത്, മനുഷ്യത്വരഹിതമായിട്ട് അവർ സംസാരിക്കരുത്. നിങ്ങൾ മാന്യത ദൈവത്തിൻ്റെ പൈതൃകപ്പെടെ തന്നെ സംസാരിക്കണം. പക്ഷേ അതേസമയം തന്നെ അവരെ ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെക്കരുത്. ചില ആൾക്കാർക്ക് പറ്റണില്ലേ? ചില ഡൈവേഴ്സായിട്ടുള്ള ദമ്പതികളൊക്കെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇവർ ആദ്യകാലത്ത് നിങ്ങളെനിക്ക് ദൈവത്തെ പോലാണെന്നൊക്കെ പറയത്തില്ലേ? കാലെപ്പിടി നിലത്തിട്ടടിക്കണം. അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനോട് സംസാരിക്കരുത്. അതായത് ദൈവത്തിൻ്റെ പേര് കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ സ്നേഹം കൊണ്ട് ഭ്രാന്തി കയറുമ്പോൾ വല്ല വെളിവ് കേടൊക്കെ പറയും, അതെല്ലാം റെക്കോർഡ് ഉണ്ടാവും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് വെളിവ് കേടുമ്പോഴേ തലക്ക് അസുഖം വരുമല്ല, സ്നേഹം കൊണ്ട് തലക്ക് വെളിവ് പോവില്ല. അപ്പോൾ കയറി പറയും. പണ്ടൊരു മനുഷ്യനോട് പറഞ്ഞതാണ്, ഒരു തെറിയും കുട്ടി പറഞ്ഞ്. അപ്പോൾ അന്ന് ഞാൻ കൊച്ചാണ്, അയാൾ 6 വയസ്സിലാ പറ്റുള്ള. അയാൾ എന്നോട് പറഞ്ഞതല്ലേ, അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ്. ഇങ്ങനെക്കാൾ വലിയ ദൈവത്തെ ഞാൻ വിശ്വസിക്കണില്ല. ദൈവത്തെ കൂടി തെറി പറഞ്ഞിരിക്കണേ. അയാൾ 45 ദിവസം കിടന്ന് മരിച്ചു. നമ്മൾ ദൈവത്തിനെ കൂട്ടി ഒന്നും പറഞ്ഞേക്കരുത്. ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആർക്കും വില കൊടുക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഞായറാഴ്ചയൊക്കെ കുർബാനയ്ക്ക് വരുമ്പോൾ ആ കുർബാനയേക്കാൾ വലിയ അളിയൻ വീട്ടിൽ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുർബാന മുടക്കത്തില്ലേ? നിങ്ങളുടെ കാര്യത്തിൽ ഒരു കൊല്ലത്തെ ബാധ്യതയാണ് വലിച്ചു വെക്കണത്. ഒരു കൊല്ലത്തെ കാര്യം നിങ്ങൾ പിടികൊടുത്തു പോയി ദൈവത്തിന്. കാര്യം എന്താ? നിങ്ങളുടെ ദൈവം അളിയനായിപ്പോയി. അതുകൊണ്ടാണ് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പറയണത്. ഈ വലിഞ്ഞുകയറി പണ്ടാരം നമുക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി കുർബാന സമയത്ത് കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണത്. ആ ഉടമ്പടി കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, പിന്നെ എന്താണ്? തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ബ്ലോക്ക് പ്രാർത്ഥനയാണത്, ബന്ധന പ്രാർത്ഥനയാണ് സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിലേക്കുള്ള ജീവിത വഴികളിൽ പിശാച് വരഞ്ഞു കയറി വരരുത്. പിശാച് ചിലപ്പോൾ അളിയൻ്റെ രൂപത്തിൽ വരും, അപ്പൻ്റെ രൂപത്തിൽ വരും. ദൈവത്തിൽ നിന്ന് നിങ്ങളെ തള്ളിക്കളയുന്ന മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റരുത്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങളില്ലേ, പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ച് അറിയത്തിൻ്റെ മനസ്സമ്മതത്തിന് കൊണ്ടുപോകും. കാറ്റഗിസവും മുടങ്ങും, പള്ളി കുർബാനയും മുടങ്ങും. ആ കുഞ്ഞ് കുർബാന കൂടിയോ അപ്പം കുഞ്ഞിനെ അപ്പം തന്നെ മനസ്സിലാകും ആൻറ്റി കുർബാനയേക്കാൾ വലുതാണ് ആൻറ്റിയുടെ മനസ്സമ്മതം. ആൻറ്റി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും. 2 കൊച്ചുങ്ങളെ കയ്യിലും ഉണ്ടാവും. എന്താ? ദൈവത്തിനെ വഞ്ചിച്ച് ചെയ്ത പരിപാടികളാണല്ല പരിപാടി. ദൈവത്തെ മറന്ന് ജീവിക്കരുത്. അതായത് ഉടമ്പടി ഒരു ജീവിത രീതിയാണത്. അപ്പോൾ എപ്പോൾ ജീവിക്കുമ്പോഴും നമുക്കൊരു ബോധം ഉണ്ടാകണം ദൈവവുമായിട്ടാണ് ജീവിക്കണതെന്ന്. അല്ല തരം കിട്ടുമ്പോൾ തരങ്ങളെ പോലെ മുടിയുണ്ടെങ്കിൽ ചാഞ്ഞും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കെട്ടാമെന്ന് ദൈവത്തെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഡാസുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എപ്പോഴും പ്രാർത്ഥിക്കണമല്ലേ? എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചങ്കയെ കൊണ്ട് പ്രാർത്ഥിക്കത്തില്ല, മനസ്സ് കൊണ്ട് പ്രാർത്ഥിക്കണം. ആ സംഭവം
അല്ലാതെ കർത്താവ് ഉറപ്പിച്ചാൽ പട്ടിക പോലെ 2 2 4 എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സംഭവത്തിന് ഫലമില്ലാതെ വരണത്. പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥന ആദ്യം ഓൺ ചെയ്യണം. നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നണം. ഞാൻ എന്താണ് ചെയ്യണത്? ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എന്താണ് ചെയ്യണമെന്ന് ഇപ്പം തന്നെ ആൾക്കാർ പള്ളിയിൽ കുർബാനക്ക് വിടുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ പണിപ്പാട്ടിൽ നിന്ന് മുതലാളി വിളിക്കണത്. അപ്പോൾ തന്നെ മൊബൈൽ അടിക്കുമ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് അച്ഛൻ പറയുമ്പോൾ ഇവൻ മൊബൈലും കൊണ്ട് പുറത്തേക്ക് ചാടും. അപ്പം നിങ്ങൾ കുർബാന ഉയർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മറ്റേ മൊബൈൽ എടുക്കാതിരിക്കാൻ പറ്റണില്ല. നിങ്ങൾക്ക് പേടിയാണ്. എന്താ ഇപ്പം മൊബൈൽ എടുത്ത് പണി പോയാൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ അപ്പം കർത്താവിനേക്കാൾ നിങ്ങളുടെ കർത്താവിനേക്കാൾ വലുതായി പണി. അപ്പം പണി വരണ്ടുണ്ട് അവറാച്ചാന്ന് കർത്താവും പറയും. എന്താ കാര്യം? ഗതി പിടിക്കത്തില്ല. അതാണ് വിഷയം. ഇത് വലിയ പുലിവാല് പിടിച്ച അത് നിങ്ങൾ ഉഡായ്പ പാർട്ടിയാണെങ്കിൽ ഓർക്കുക, ഉഡായ്പ പുറകെ വരും, നിങ്ങൾക്ക് പുറകെ വരും കൂടെ. അതായത് ഇതുപോലെ ദൈവം നിങ്ങളെ ഒരു കാര്യമുണ്ട്, ദൈവം വന്ന് ഉന്തിത്തള്ളി ആരെയും ഒന്നും ചെയ്യത്തില്ല. എല്ലാ അണ്ണന്മാരും പണി മേടിക്കുന്ന സെൽഫ് ഗോൾ അടിച്ചിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങൾ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് വൈദികൻ കുർബാന ഉയർത്തുമ്പോഴായിരിക്കും പണിപ്പാട്ടിൽ നിന്ന് നാളെ ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പം നാളെ തിങ്കളാഴ്ച പോകേണ്ട ഹാങ് ഓവറാണെന്ന് പറഞ്ഞിരിക്കുന്ന കക്ഷി. പിന്നെ അമ്മയെ ഭാര്യ തള്ളിപ്പറഞ്ഞ് ഉന്തിയിട്ടിട്ടാണ് പള്ളിയിൽ വന്ന് നിൽക്കണത്. അപ്പോൾ പകുതി മനസ്സ് ഇവിടെയും പകുതി മനസ്സ് വീട്ടിലും, അങ്ങനെ ഹാങ് ഓവറിലാണ് കുർബാനയും കൂടണത്. ഈ പന്നി എപ്പോഴും പണി മേടിക്കുന്ന കാര്യത്തിൽ ഉറപ്പായ കാര്യമാണത്. നിങ്ങൾ ദ്രവിച്ചു പോകുകയോ നിങ്ങളുടെ മക്കളൊക്കെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണ്ടോ ഏതോ ചെയ്ത നെറിവുകേടിന് ഇരന്നിരന്ന് പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാം സെൽഫ് ഗോളുകളാണ് അടിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള തന്ത്രം ഇതാണ്, ഒരു മനുഷ്യൻ നേരിട്ട് ഉപദ്രവിക്കത്തില്ല. അവൻ തന്നെ സെൽഫ് ഗോൾ അടിച്ചു പോകാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കും. അത് കർത്താവിന് അറിയാവുന്നതാണ്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്, അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണം. പണി വരല്ലേ എന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞെന്താ അറിയാവോ? കർത്താവ് നമ്മളെ ഉടമ്പടി എടുത്തവരെ യാത്രയാക്കുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു ആശീർവാദമുണ്ട്. എന്താണ്? ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ഉടമ്പടിയിലായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നൽകുന്നൊരു ആശീർവാദമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ അതിനേക്കാൾ റോളിലല്ലേ വരുന്നത്. കർത്താവിൻ്റെ തുല്യ പങ്കാളികളായിട്ട് ദൈവം പറഞ്ഞത് അതുപോലെ നിബന്ധന പാലിച്ചോളാമെന്ന് പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷാൽ ജീവിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു ഓത്തെടുത്ത് പുറത്തേക്ക് പോകുകയല്ലേ. അപ്പം അങ്ങനെ ദൈവത്തിന് പോകുമ്പോൾ എന്താ പറയണത്? ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ അടുത്ത് നിന്ന് പോയപ്പോഴെന്താണ് ഈശോ പറഞ്ഞത്? 10:19 എടുത്ത് ലൂക്കാ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 10:19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. അതാണ് ഈ പ്രയോഗം എന്ന് പറയണത്. യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചോന്നുകൊണ്ട് 10:9 അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഉപ്പ് പ്രയോഗിക്കണത്. ഉപ്പല്ല അവിടെ പ്രശ്നം. ജോജി വൃത്തിയായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുക? ഉപ്പല്ല നമ്മൾ രക്ഷപ്പെടുത്തണത്. പിന്നെന്താണ്? അതിൻ്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള അമ്മയുടെ സാന്നിധ്യമാണെന്ന് കൈയടിക്കട്ടെ. സഞ്ചരിച്ച് നീ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നതിന് ശക്തിപ്പെടുത്തുന്നതിന് നന്ദി പറയുന്നു. അപ്പൊ ഇപ്പൊ എംപവർ ചെയ്താണ് വിടുന്നത്. പവർ അടിച്ചാ പോണ വിടുന്നത്. എന്താ കാര്യം? ഇതാ അത് 10:9 അനുസരിച്ച് അതിൽ വാഗ്ദാനമാണ്. അതിന്റെ വാഗ്ദാനം എന്താണ്? ഇതാ സർപ്പങ്ങളുടെയും പറഞ്ഞേ ലൂക്കാ 10:19 ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും. ഇപ്പൊ സർപ്പം ഉണ്ടാകും, തേളും ഉണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുമ്പോൾ ഇടജന്തുക്കൾ ഇങ്ങനെ വന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കണം എന്നല്ല പറഞ്ഞ. സർപ്പത്തിൻ്റെ സ്വഭാവം എന്താ? 2 സ്വഭാവമേ പാട്ടിക്കുള്ളു. പാട്ടിയുടെ ബിഹേവിയർ എന്താ? സർപ്പത്തിൻ്റെ ബിഹേവിയർ, മൂർഖൻ്റെ ബിഹേവിയർ എന്താ? 2 സ്വഭാവമേ ഉള്ളൂ. ഒന്ന് ഇര പിടിക്കുക, മറ്റത് ആൾക്കാരെ കൊത്തിക്കൊല്ലുക. 2 കാര്യങ്ങളല്ലേ പുള്ളിക്കുള്ളു. ഈ സ്വഭാവമുള്ള എന്തുമാത്രം ആൾക്കാരാണ് ഉള്ളത്. അതാണ് സർപ്പം എന്ന് പറയണത്.
ചില ആൾക്കാർ വാ വിളിക്കുന്നത് എന്തിനാണ്? മറ്റുള്ള കുറ്റം പറയാൻ, അവരെ എടുത്തി താത്താൻ, അവരുടെ ചിത്രപഥം തരാൻ, അവരെ തേജോപഥം ചെയ്യാൻ. രണ്ടാമത്തേത് എന്താണ്? അവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി. അതെന്നെ സർപ്പം എന്ന് പറയണത്. ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണെന്ന് നിങ്ങൾ ഓർത്തേക്കണം. നിങ്ങൾക്ക് ചുറ്റും സർപ്പമാണ്. പിന്നെ എന്താ? തേളിലും പണ്ട് ഒരു സന്യാസി ഉണ്ടായിരുന്നു. സന്യാസി കുളിക്കാൻ വേണ്ടി വന്നപ്പോൾ തേള് വെള്ളത്തിൽ കിടക്കണം. ആ ഉദക്ക് കല്ല് ഇറങ്ങി പുഴയെ കുളിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഉണ്ടൊരു പാവം പിടിച്ച തേള് അത് അവിടെ കിടന്ന് നീന്തി കിഴക്ക് ഇറങ്ങില്ല, ചത്തുപോകാനായി. അപ്പം സന്യാസിക്ക് ഒരു സങ്കടം തോന്നി. ആന ഉതുക്ക് കല്ല് ഇരുന്നുകൊണ്ട് ആ തേള് പൊങ്ങിക്കിടക്കുകയല്ലേ വെള്ളത്തിൽ. അപ്പം അതിൻ്റെ കൂടി കൈ കൊണ്ടുവന്ന് തേളിനെ പൊക്കിയെടുക്കുക ഒറ്റ കുത്ത്. അപ്പോൾ സന്യാസി പറഞ്ഞു, എടാ ഞാൻ നിന്നെ രക്ഷിച്ചില്ല, നീ മരിക്കാൻ പോകുമ്പോൾ എന്നിട്ട് നീ എന്നെ കുത്തിയാന്ന് പറയുമ്പോൾ തേളിന് ഭയങ്കര സങ്കടം. എന്താ കാര്യം? ഞാൻ തേളല്ലേ എന്ന് കുത്താതിരിക്കാൻ പറ്റുക? ഏത് സന്യാസിയാണെന്ന് പറഞ്ഞാലും തേളിനെ കുത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എത്ര നന്മ ചെയ്താലും ചില ആൾക്കാർ നമുക്കിട്ട് പണി തരും. അതിനാണ് തേളെന്ന് പറയണത്. അതാണ് ലൂക്ക 10:19. എന്താണ്? ഇതാ സർപ്പങ്ങളുടെയും തേളിന്റെയും ശത്രുവിന്റെ സകല. അപ്പൊ ശത്രുവിന് സകല ശക്തികളുണ്ടേ. ഇപ്പൊ ഈ മനുഷ്യന് 20 കൊല്ലമായിട്ട് സർട്ടിഫിക്കറ്റ് തിരുത്താൻ നടക്കുകയാണ്. ഈ വില്ലേജ് ഓഫീസ് മാറി വരുന്ന വില്ലേജ് ഓഫീസറും അതുപോലെ തന്നെ തഹസീൽദാരും RDO ഒക്കെ പറഞ്ഞ എല്ലാ പേപ്പറും കൊണ്ടുവന്നിട്ടും ഒരു മനുഷ്യനും ഒപ്പിടത്തില്ല. തട്ടി ആ ജീവിതം ഒരു പരുവത്തിലാക്കി. ഗതികിട്ട പ്രേതം പോലെ മനുഷ്യൻ ചെവി ചെമ്പരത്തിപ്പൂവും വെച്ച് നടക്കുകയാണ്, തെക്ക് വടക്ക് നടക്കുകയാണ്. അപ്പോഴാണ് അറിഞ്ഞത് ആലപ്പുഴത്തെ മാതാവ് സർട്ടിഫിക്കറ്റ് തിരുത്തണുണ്ടെന്ന്. ആ മനുഷ്യൻ ഇവിടെ വന്ന് അമ്മയുടെ നിന്ന് ഉപ്പ് കൊണ്ടുപോയിക്കൊണ്ട് വില്ലേജ് ഓഫീസിൽ ഇട്ടേച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ ഈ ഉപ്പിടുമ്പോൾ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ്? യേശു കർത്താവാണ്. വില്ലേജ് ഓഫീസറല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അതാണ്, യേശു കർത്താവാണ്. തഹസിൽദാരല്ല കർത്താവ്, ഗവൺമെൻറ് നിയമങ്ങളല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. അപ്പോൾ യേശു കർത്താവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അധികാരികളെയും കർത്താക്കന്മാരൊക്കെ ആ പീഠത്തിൽ നിന്ന് ഇറക്കി വെക്കണം. നിങ്ങളുടെ പല കാര്യങ്ങളും നടക്കാത്തതിൻ്റെ കാരണം നിങ്ങളെ പല ആൾക്കാരെയും ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് പ്രശ്നം. ബൈബിൾ പറഞ്ഞത് എന്താണ്? ദൈവത്തിൻ്റെ സ്ഥാനത്ത് പീഠത്തെ കയറ്റി വെച്ചിരിക്കുന്ന അണ്ണന്മാരെല്ലാം താഴെ ഇറക്കണം. എന്താണ്? ഒരാൾ മാത്രമാണ് നിങ്ങളുടെ മരിച്ചിട്ട് ഉയർത്തെന്നേറ്റത്, ഒരാൾ മാത്രമാണ് നിങ്ങളുടെ ഭാരങ്ങളും പാപങ്ങളും ഏറ്റെടുത്തത്. അവരെ പിതാവായ ദൈവം മഹത്വപ്പെടുത്തി ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോഴേ മരണത്തിന് ഞാൻ നാഥനായിരിക്കുന്നവനെ കർത്താവ്, അത് യേശു ക്രിസ്തുവാണ്. കൈയടിക്കട്ടെ. ഉടമ്പടിയിലൂടെ ഉടമ്പടി വിശ്വാസ പ്രയോഗ വസ്തുക്കള്, നമ്മൾ നേർച്ച വസ്തുക്കളെന്ന് പറഞ്ഞ വസ്തുക്കളേക്ക് തന്നു വിടുമ്പോഴേ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ എന്താണ്? വിശ്വാസ പ്രമാണമാണത്. ജോജി അത് കൃത്യമായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പം നമ്മൾ ചുണ്ടേ കൊണ്ട് എന്ത് ചെല്ലിയാലും അതിൻ്റെ വേര് ചങ്കിലുണ്ടാകണം. നമ്മളൊരു സാധനം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ കുറിക്കണം ഞാൻ എന്താണ് പറയണതെന്ന്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, യേശു കർത്താവാണെന്ന് നിങ്ങൾ അത്തരം കൊണ്ട് ഏറ്റു പറയുമ്പോൾ ആ അത്തരം കൊണ്ട് ഏറ്റു പറയുന്നത് ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവം മരിച്ചൊന്ന് ഉയർപ്പിച്ചെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വിശ്വസിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നീയാണ് കർത്താവെന്ന്. ജീവിത രംഗങ്ങളിലെ ഞങ്ങൾ ഏറ്റുപറയുന്ന ഓരോ ശ്വാസത്തിലും എന്റെ കർത്താവേ, എന്റെ ചങ്കില് ഞാൻ വിശ്വസിക്കുന്ന നിന്നെ പിതാവായ ദൈവം ഉയർപ്പിച്ചുവെന്ന് ഞാൻ നിന്റെ വിശ്വാസത്തിലെ ഉയർപ്പിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ സഹായിക്കണമേ. അപ്പൊ വിശ്വാസത്തിൽ ഇതുപോലെ വസ്തുക്കൾ പ്രയോഗിക്കുമ്പോൾ അണമുറിയാതെ ചെല്ലേണ്ട കാര്യം എന്താണ്? വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? 3 കാര്യങ്ങൾ വേണം. വിശ്വാസം വേണം, ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം, ദൈവിക പുണ്യങ്ങൾ. 3. അപ്പം വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ പട്ടിക പോലെ നമുക്കിങ്ങനെ യാന്ത്രികമായിട്ട് ചെല്ലാൻ പറ്റും. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യത്തില്ല.
വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ ചെല്ലണം. ഒരു വിശ്വാസ പ്രമാണം ചെല്ലിയാൽ ആ വിശ്വാസ പ്രമാണത്തെ സ്ഫോടകാത്മകമാക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ TMD ഉണ്ട്. അതെന്താണ്? ആ TMD എന്ന് പറയുന്നത് സ്ഫോടക വസ്തു എന്താണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇപ്പം ഇത് എന്താ വെച്ചാൽ ഈ TMD എപ്പോഴും റിവൈസ് ചെയ്തിരിക്കണം നമ്മൾ. അതിൻ്റെ കാര്യം ഇപ്പോൾ ദീർഘദൂര മിസൈൽ എന്ന് പറയത്തില്ലേ, 4000 അടിയൊക്കെ പോകണ അല്ലെങ്കിൽ 6000 അടിയൊക്കെ പോകണ അഗ്നിവീറൊക്കെ സംഭവം, അഗ്നിയൊക്കെ ഇല്ലേ. അപ്പോൾ അതിൻ്റെ സംഭവം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്രയോജനിക് ഇന്ധനം ഭയങ്കര സമ്പുഷ്ടമായിരിക്കും. അത് റിഫൈൻ ചെയ്തിരിക്കണമായിരിക്കും. റിഫൈൻ്റെ ഫോർമുല വളരെ ഷാർപ്പായിട്ടുള്ള ഫോർമുല ആയിരിക്കും. ഇതുപോലെ നിങ്ങളുടെ വിശ്വാസം ഷാർപ്പാകുമ്പോൾ, നിങ്ങളുടെ പ്രത്യാശ ഷാർപ്പാകുമ്പോൾ, അതിനേക്കാൾ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഷാർപ്പാക്കേണ്ട ഒരു കാര്യം എന്താണ്? ദൈവസ്നേഹം. ദൈവപൈലെ ശ്രദ്ധിക്കുക. നിങ്ങൾ രോഗികളെ കാണാൻ പോകുന്ന വീട്ടുകാരോട് നിങ്ങൾ പെരുമാറുന്നു, അഗതികളോട് പെരുമാറുന്നു, നിങ്ങൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രാർത്ഥനാവിധികളിലൂടെ ജീവിക്കുന്നു, സുവിശേഷം നിങ്ങൾ കൈമാറാൻ വേണ്ടി പത്രങ്ങൾ കൊടുക്കുന്നു, പത്രത്തെക്കുറിച്ച് വിശദീകരിച്ച് കൊടുക്കുന്നു. അതെല്ലാം ചെയ്യുമ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സിൽ അടിസ്ഥാനപരമായ ഓരോ ദിവസവും സ്നേഹത്തിൻ്റെ ലെവല് കൂടി വരണം. അത് നിങ്ങൾ ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. ഓരോ കാര്യം ഓരോ ദിവസം ചെല്ലും തോറും ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ കൂടുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. ഉടമ്പടി വ്യക്തി മെനയമന ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ദൈവസ്നേഹം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ അച്ഛനായിട്ട് 39 കൊല്ലമായില്ലേ, 30 കൊല്ലം അടിക്കടി ദൈവസ്നേഹം കൂടിയിട്ടേ. അതുകൊണ്ടല്ലേ അത് നമ്മളിങ്ങനെ പുതിയ കാര്യങ്ങളൊക്കെ അമ്മ പ്രത്യക്ഷപ്പെടുന്നതും അതുപോലെ തന്നെ പുതിയ ഉടമ്പടി തരണതും 10,000 രക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കാലത്തിന് ആനുപാതികമായിട്ട് നമ്മൾ ദൈവത്തിൽ വളരണം. അതിന് ഏറ്റവും വലിയ മാർഗം എന്ന് വെച്ചാൽ ദൈവസ്നേഹം കിട്ടുമെന്ന് കണ്ട എൻ്റെ മക്കളെ, ചില വെള്ളമടിക്കാരുണ്ടല്ലോ, മരണ വീട്ടിൽ നിന്ന് മാറത്തില്ല. അന്ന് വരെ ആ വീട്ടുകാരോട് യാതൊരു സ്നേഹമില്ല അവർക്ക്. അപ്പം അവിടെ മരിച്ചു കഴിഞ്ഞാൽ പൊരിഞ്ഞ സ്നേഹമായിരിക്കും. നമ്മൾക്ക് മരിച്ചാനോടുള്ള താല്പര്യം കൊണ്ടാണ്. അങ്ങനെയല്ല, ആ രാവിലെ പോയി നിൽക്കണത് വൈകുന്നേരം വരെ എല്ലാ ശവപ്പെട്ടിക്ക് ഓടുന്നു, റീത്തിനോടുന്ന്, ഉടുപ്പിനോടുന്ന്, പന്തലിടാൻ കൂടുന്നു, കസരെടുത്ത് വെക്കുന്നു. ഭയങ്കര പരിപാടിയായിരിക്കും. എല്ലാം കുഴിച്ചിട്ട് കഴിയുമ്പോൾ സന്ധ്യയൊക്കെ സെമിത്തേരിയിൽ ഇവരും ഉണ്ട്. ആ ബന്ധുക്കളെല്ലാം പോയാലും ആ വീട്ടുകാരുടെ കൂടെ ഈ കക്ഷിയും ഉണ്ടാകും. അപ്പോൾ അവർ ഒറ്റ ചോദ്യം ചോദിക്കത്തുള്ളൂ, അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കും. എന്നുവെച്ചാൽ വാട്ടിസ് എവിടെ നിന്നാണ് മേടിക്കണമെന്നാണ് ചോദിക്കണേ. അതിനത് അപ്പോൾ ഇത്രയും നേരം ചെയ്ത പണി എന്തിനു വേണ്ടിയാണ്? ഈ അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കില്ല, അതുപോലെയാണ് പരിപാടി. അപ്പം അതുപോലെ ഈ മദ്യത്തോട് കാണിക്കുന്ന ആക്രാന്തം പോലെ തന്നെ ആയിരിക്കണം. അതിനേക്കാൾ ടോപ്പ് ആക്രാന്തമായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്താലും ദൈവസ്നേഹത്തിന് കൊടുക്കേണ്ടത്. മനസ്സിലായി? എന്ത് ചെയ്താലും. അപ്പം നിങ്ങൾ ഓർക്കണം, ഇപ്പം ഈ കൊച്ചുകൂട്ടം നേടിപ്പെടുന്നത് നമ്മുടെ ഒരു ക്രൂവാണ്, നമ്മുടെ സഹപ്രവർത്തകരാണ്. ഈ കക്ഷി മരക്കുരിശും പിടിച്ചുകൊണ്ട് 3 ദിവസം നടന്ന് എവിടെ പോയി? മലയാറ്റിൽ പോയി. അപ്പോൾ മലയാറ്റിൽ പോയിച്ചും ഈ കക്ഷി നല്ല വർഷങ്ങളായിട്ട് പോണതാണ്. അപ്പോൾ ഇന്നലെ എന്നോട് പറയുമായിരുന്നു, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ ഒരു വാച്ചുണ്ട്. അപ്പം ഞങ്ങൾ ഒരു നടന്നെത്തി വാച്ചിട്ട് നോക്കും എത്ര കിലോമീറ്റർ നടന്നെന്ന് വാച്ച് പറയുമെന്ന്. അതനുസരിച്ച് അത്രയും കലോറികൾ കത്തി മാറും. 2 ലക്ഷം സ്റ്റെപ്പുണ്ട് ഇവിടുന്ന്. അപ്പോൾ ഈ വാച്ചോട് നോക്കിയപ്പോൾ മനസ്സിലായി മലയാറ്റത്തിലെത്തിയപ്പോൾ 2 ലക്ഷം സ്റ്റെപ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വാച്ച് നോക്കിയിട്ട് എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് നോക്കണ്ടേ? ഇത് തന്നെയാണ് ഉടമ്പടി ജീവിതമെന്ന് പറയണത്. എന്താ കാര്യം? ഓരോരോ കാര്യങ്ങളും ചെയ്ത് വെച്ചും ദൈവസ്നേഹത്തിൽ എന്തുമാത്രം മുന്നോട്ടായെന്ന് നോക്കണം. പിടികിട്ടില്ലേ? ഓരോരോ ഘട്ടങ്ങൾ പിന്നിടുമ്പോഴും ഓരോരോ ഉടമ്പടി എക്സസൈസ് ചെയ്ത് കഴിയുമ്പോഴും ദൈവസ്നേഹത്തിൽ നിങ്ങൾ എന്തുമാത്രം വളർന്നുവെന്ന് നോക്കണം. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ വളർച്ച ഒരു ആക്രാന്തം വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യും. എന്തൊക്കെയാണ്? പ്രത്യാശയും അതുപോലെ തന്നെ വിശ്വാസവും. നിങ്ങൾ വിശ്വാസത്തിന് അമിത പ്രാധാന്യം കൊടുക്കരുത്. മനസ്സിലായി? അണ്ടേ കൊണ്ടേ വളവടക്കം വെക്കണവരിരിക്കും. വിശ്വാസത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ ദൈവസ്നേഹത്തിന് കാര്യം സ്നേഹമാണ് എല്ലാത്തിനെയും വലുതെന്ന് അത് ആര് പറഞ്ഞിട്ടുണ്ട്? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? സ്നേഹം എല്ലാത്തിനെയും അതിജീവിക്കുമെന്ന് പറയും. ഇപ്പോൾ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇത് ഏറ്റവും വലുത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ് 1 കൊരിന്ത്യസ് 13 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. 1 കൊരിന്തോസ് 13:13. 1 കൊരിന്തോസ് 13:13.
വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഒന്ന് പറഞ്ഞേ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. അപ്പൊ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ വിശ്വാസം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യാശയെ ഫോക്കസ് ചെയ്യരുത്, പ്രൈമറി ഫോക്കസ് കൊടുക്കരുത്. നിങ്ങൾ ഓർക്ക് എങ്ങനെ വിശ്വാസം വളർത്താൻ പറ്റുമോ, എങ്ങനെ പ്രത്യാശ ഉണ്ടാക്കാൻ പറ്റുമോ, അങ്ങനെ ചിന്തിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? സ്നേഹത്തെ അഡ്രസ്സ് ചെയ്യണം. അതിനാവശ്യത്തിന് ഏറെ പ്രോഗ്രാം ഉടമ്പടിയിലുണ്ട്. നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യവും ദൈവസ്നേഹത്തിൻ്റെ ആ ഓരോ സ്റ്റെപ്പ് കൂടുന്നുണ്ടോ നോക്കിയാൽ മതി. എല്ലാ കാര്യവും ചെയ്യേണ്ടത് എന്താണ്? ദൈവസ്നേഹത്തോടെയാണ് ചെയ്യേണ്ടത്. അതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? IELTS പാസ്സാകണേ, വസ്തുവിക്കാൻ പറ്റണേ, മകളെ കെട്ടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആക്രാന്തം കാണിക്കരുത്. ദൈവസ്നേഹം കൂടണമെന്നാണ് പറയേണ്ടത്. പകരം വേണ്ടത് എന്താണ്? ദൈവസ്നേഹം. ഒന്ന് പറഞ്ഞേ. കർത്താവേ, എന്റെ നിയോഗങ്ങളില് ഞാൻ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങളില് നടക്കുന്ന പുരോഗതിയേക്കാൾ എന്റെ ജീവിതത്തില് ദൈവസ്നേഹത്തിന് പുരോഗതി ഉണ്ടാകാൻ ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ദൈവസ്നേഹം എന്ന് പറഞ്ഞ എന്താ കാര്യം അറിയാമോ? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ ജോജി ഉണ്ടല്ലോ, ഈ ജോജി ഒരു ദിവസം ചേർത്തല ബസ് സ്റ്റാൻഡ്, ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ചേർത്തല ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴേ അവിടെ ഒരു കൃപാസനം പത്രം അവിടെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ബെഞ്ചിലിരിക്കണേ. അപ്പോൾ ഉടനെ ജോജിയുടെ തൊണ്ടയിടറി എൻ്റെ അമ്മേ എന്ന് വിളിച്ചു. എന്താ കാര്യം? അത് ഒരു കൃപാസനം പത്രം അനാഥമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം അത് എടുത്തിട്ട് കൊണ്ടുപോയി അത് അർഹമായ കരങ്ങളിൽ കൊടുത്തിട്ട് അമ്മയെക്കുറിച്ച് സംസാരിച്ച് അയാളെ കൊണ്ട് ആ ഉടമ്പടി എടുപ്പിക്കാൻ പറ്റുന്ന പരുവത്തിലാക്കിയിട്ടാണ് ചേർത്തലയിൽ നിന്ന് പോയിരിക്കണത്. അത് പറയുമ്പോൾ ഈ മനുഷ്യൻ നിന്ന് കരയണിവിടെ. അതാണ് ദൈവസ്നേഹം എന്ന് പറയണത്. നിങ്ങളെ സാക്ഷ്യം കേട്ടാൽ മനസ്സിലാകും. ഈ പത്രം അനാഥമായി കിടക്കണ കണ്ടപ്പോൾ കരഞ്ഞു പോയൊരു മനുഷ്യനാണ്. ഞാൻ ചോദിച്ചു, ഇതെല്ലാം ചെയ്യണത് ദൈവസ്നേഹത്തോടെയാണ്. അല്ല ആക്കാനും വേണ്ടി ഒക്കാനിക്കണ പോലെ കുമ്പസാരക്കൂടിൻ്റെ അടിക്കൊണ്ട് തട്ടിവെച്ച് ഓടിക്കളഞ്ഞ പാർട്ടിയല്ല ഇത്. അങ്ങനെയുള്ള കണ്ടാമൃഗങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇത് കൊടുക്കുമ്പോൾ ഒരു മിനിമം ദൈവസ്നേഹം നമ്മൾ തന്നെ ഗ്യാരണ്ടി ചെയ്യണം. ഇതെല്ലാം ചെയ്യണ കാര്യങ്ങളാണ്. എന്താണ്? കർത്താവെ, ഇത് വായിക്കുമ്പോൾ അങ്ങയെ അറിയാത്തത് അറിയുവാനും കഠിന മാനസ്ഥരുള്ളവർ മാനസാന്തരപ്പെട്ടുകൊണ്ട് കർത്താവിനെ സ്വീകരിക്കാനും അവരുടെ ജീവിതത്തിൽ വിശുദ്ധിയും ദൈവസ്നേഹവും പുലരുവാനും അവർ സുവിശേഷ സാക്ഷിയാകുവാനും അങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചാണ് ഓരോ ശുശ്രൂഷയും നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോഴാണ് നമ്മൾ എംപവർ എംപവർ എന്താണ്? ഈ മനുഷ്യൻ അതുകൊണ്ടാണ് അയാളെ വിദ്യാഭ്യാസം ഇട്ട് വെച്ചും നേരെ ചെന്ന് സാറിനോട് പറയണം, സാറേ എൻ്റെ സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേരിന് പകരം വേറെ പേരാണ് കിടക്കണത്, അതുപോലെ തന്നെ എൻ്റെ വീട്ടുപേരിനും തെറ്റുണ്ട്, ഞാൻ ഗതി പിടിച്ചിട്ടില്ല എന്ന് പറയും. നിങ്ങൾ ഇന്ന പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഉണ്ട് സാറേ എന്ന് പറയും. അതായത് ഒറ്റ ദിവസത്തിനുള്ള ആ സബ്ജക്റ്റ് തിരുത്തി കൊടുക്കും. 20 കൊല്ലം ജോജി പറഞ്ഞ 15 ദിവസം എടുത്തോളെന്നാണ് പറഞ്ഞത്. 15 ദിവസം എടുത്തോളെന്നാണ് പറഞ്ഞത്. അതെല്ലാം വാങ്ങിക്കാനൊക്കെ ഒറ്റ ദിവസം എടുത്തു. പക്ഷെ 15 ദിവസത്തിനുള്ളിൽ അയാൾ ചെയ്തിട്ട് 20 കൊല്ലം നടക്കാഞ്ഞ കാര്യമാണ് 15 ദിവസത്തിനുള്ളിൽ നടന്ന് കൈ കിട്ടണത്. അതായത് നമ്മൾക്ക് എംപവറായി കഴിഞ്ഞാലേ നമ്മളിപ്പോൾ ദൈവത്തിന് തോന്നണം നമ്മൾ ദൈവത്തിൻ്റെ പുള്ളിയാണ്. അല്ല, നിങ്ങളുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞു കെട്ടി ആലപ്പുഴ നടക്കണമെന്ന് തോന്നരുത്. അത് വയറ്റിപ്പഴപ്പിന് വേണ്ടിയേ അലഞ്ഞു കെട്ടി ആലപ്പുഴ നടക്കണം ദൈവത്തിന് തോന്നരുത്. ദൈവത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി അരമുറുക്കി ഇറങ്ങിയിരിക്കണം ദൈവത്തിന് തോന്നിയാൽ പടപടാന്ന് നടക്കും ഈ സംഭവം. അതെന്താണ്? അത് അവസാനം വരെ നിൽക്കും. നീ കയറി ചെല്ലുന്ന ഇടങ്ങളിലെ കർത്താവ് എന്താ പറഞ്ഞത്? ഇതാ സർപ്പങ്ങളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മേൽ ചവിട്ടി നടക്കാൻ ഞാൻ നിനക്ക് അധികാരം നൽകുന്നു. അപ്പം നിനക്ക് വിശ്വാസം മൂക്കുന്നതനുസരിച്ച് ദൈവസ്നേഹം വർദ്ധിക്കുന്നതനുസരിച്ചുകൊണ്ട് നിനക്ക് ദൈവത്തിൻ്റെ അധികാരമാണ് വർദ്ധിക്കുന്നത്. കൈയടിക്കട്ടെ. ഒരു കാര്യമല്ലേ? അതായത് അടുത്ത കാര്യം ഇദ്ദേഹം പറയണത്, അദ്ദേഹത്തിന് മകൾക്കൊരു പ്രശ്നമുണ്ട്.
14 വയസ്സുണ്ട്. അവൾക്ക് 2 വയസ്സ് തൊട്ട് തുടങ്ങിയ പരിപാടിയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസം അടച്ചു പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ ശ്വാസം അടക്കും. പിന്നെ തൊണ്ട കുരുങ്ങി ഛർദ്ദിക്കും. അപ്പോൾ വേണമെങ്കിൽ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ പാത്രത്തിൽ തന്നെ ഛർദ്ദിച്ചിടും. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ്. 14 വയസ്സുണ്ട് ഇപ്പം. അപ്പം ഇത്രയും നടന്ന് ഇതിന് മാറ്റം പല പല മരുന്നുകൾ മറന്നിട്ട് കഴിച്ചിട്ട് മാറ്റമില്ല. അവസാനം എന്താ ചെയ്യണം? ഈ ഉടമ്പടി തൈലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. ആ പറയണ ഇപ്പം 3 കൊല്ലമായി കൊച്ചു ഛർദ്ദിച്ചിട്ടില്ല. ഇവിടെയൊക്കെ നിങ്ങളെ കൈയടിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ഓർക്കണത് ഇത് കൈയടിക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കണത് ഉപ്പിൻ്റെ അകത്തെന്തോ സംഭവമുണ്ട് ഉടമ്പടി തൈലത്തിന്. അതിനകത്തുള്ള സംഭവം പുറത്തു വന്നെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അധികാരം, ഈ വ്യക്തിക്ക് അധികാരം ഉണ്ടാകണം. അതാണ് വിഷയം. എന്താണ്? ഈ വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി ജീവിച്ചു, ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി ജീവിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമ്പോൾ അവരെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ പവർ അടിക്കണം. അവിടെ അടിക്കും. എന്താ കാര്യം? അതുകൊണ്ട് നിഷ്കളങ്കമായിട്ട് നിങ്ങൾ ഡിസ്പോസിബിൾ ഉടമ്പടി എടുക്കരുത്. നിങ്ങളൊക്കെ നിങ്ങളുടെ IELTS പാസ്സായി ഇനി വീട്ടിൽ കുത്തിയിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഡിസ്പോസിബിൾ ഉടമ്പടി. വസ്തുവിറ്റ് ഇനി എന്താ പ്രശ്നം? തീർന്നു. ഇനി എന്താ പ്രശ്നമെന്ന്? ഇനിയാണ് പ്രശ്നം മൊത്തം ഉള്ളത്. ദൈവത്തിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് പോയിട്ടാ. പിന്നെ ഇപ്പോൾ ഓർക്കേണ്ട എന്താണ്? ദൈവത്തിൻ്റെ ചൈതന്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കാര്യം കാണാൻ വേണ്ടി കർത്താവിനെ ദുരുപയോഗിച്ച പോലെ ഇരിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിലൂടെ ദൈവാധികാരം പ്രാപിക്കാനാണ് നോക്കേണ്ടത്. അതിനുള്ള സാധ്യതയാണ് നിങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടത്. അയാളുടെ ഇൻക്രിമെൻറ്റ് കൂടുന്നില്ലായിരുന്നു അയാളുടെ കമ്പനിയിൽ. വേറെ കമ്പനി ജോലി കിട്ടി. 2 കൊല്ലമായിട്ട് കൂടുന്നില്ല. അയാൾ ഒറ്റ പ്രാവശ്യമേ പറഞ്ഞുള്ളൂ. ആ ഒറ്റ പ്രാവശ്യം എന്ത് ആ ഇൻക്രിമെൻറ്റ് ഡബിളാക്കി കൊടുത്തു. എല്ലാവർക്കും കൊടുക്കുന്നതിനേക്കാൾ ഇയാളുടെ സീനിയേഴ്സിനേക്കാൾ ഇരട്ടി ഇൻക്രിമെൻറ്റ് കൂട്ടി കൊടുത്തു. ഇവൻ കൈവെക്കുന്ന സ്ഥലത്തെല്ലാം മാതാവ് ഒപ്പിടും. അതാണ് പ്രശ്നം. ഇവൻ നിങ്ങളൊരിക്കൽ സത്യമാണെന്ന് ദൈവത്തിന് തോന്നിയാൽ നിങ്ങൾ കൈവെക്കണ എല്ലാം അവൻ ചെയ്ത എല്ലാം ശുഭമാക്കുകയും ചെയ്തു. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൽപ്പത്തി 39:23. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഇതാ സംഭവം. ഇത് പ്രൊക്ലമേഷനിലുള്ള പ്രോമിസിലുള്ളതാ. ദൈവമായിട്ട് നിന്ന് ജീവിച്ച് ദൈവത്തിനെങ്ങാനും കണ്ണി പിടിച്ചു പോയാൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരത്തില്ല. പിന്നെ എന്താ നിലപാടെന്താ? അവൻ എന്താ ജോസഫിനെ കുറിച്ച് എന്താ എഴുതിയിരിക്കണം എന്ന് ചോദിക്കേ. ഉൽപ്പത്തി 39:23 വായിച്ചേ ഒന്നുകൂടി. ജോസഫിനെ ഭരമേൽപ്പിച്ച ഒരു കാര്യത്തിലാ കാരാഗൃഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം എന്താ? കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ ചെയ്തതൊക്കെയും കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. ഞങ്ങളോട് കൂടെ സഞ്ചരിച്ച് എല്ലാം ശുഭമാക്കുന്ന ദൈവമാതാവിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അച്ഛൻ വിവിധമായ രോഗങ്ങളെ ശാസിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചാരണം ചെയ്യുന്ന പ്രാർത്ഥന ചെല്ലുമ്പോൾ നിങ്ങൾ സ്തുതിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇവിടെ പ്രാർത്ഥിക്കുന്നവരിൽ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിലെ ഈശോയുടെ നാമത്തിലെ ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവിന്റെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ കർത്താവിൻ്റെ അവകാശവും ഓഹരിയുമാകുന്ന തിരുസഭയിലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവരുടെ മേലും കർത്താവിൻ്റെ തിരുമുറുപാടുന്ന വലതുകരം അടിപ്പഴ പോലെ വൈതാഖനം പോലെ ദൈവികമായ ശക്തി നിങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മാർഗരോഗങ്ങള്
തീരാവ്യാധികള്, ജീവദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ, മാർഗരോഗങ്ങള്, തീരാവ്യാധികള്, ജീവദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളില്, മാംസപെശുകളില്, രക്തഞരമ്പുകളില്, ശരീരകോശങ്ങളില് കർത്താവിന്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്ധിബന്ധങ്ങളില്, മാംസപെശുകളില്, രക്തഞരമ്പുകളില് കർത്താവിന്റെ രക്തം പടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ശിശുരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, പിച്ചുല രോഗങ്ങള്, കരൾ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, ഉദരരോഗങ്ങള്, ഗർഭാശയ രോഗങ്ങള്, അമാശയ രോഗങ്ങള്, തലച്ചോർ രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള്, വലിവ് രോഗങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില്, ശിശുപീഡകള്, പീഡരോഗങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തില്, സഭയുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ യേശുവിന്റെ ഉന്നതമായ നാമത്തില് മാറിയ രോഗങ്ങള്, പ്രശ്ന ക്യാൻസറുകള്, ഉദരരോഗങ്ങള് യേശുവിന്റെ നാമത്തില്, അർശസ് രോഗങ്ങള് യേശുവിന്റെ നാമത്തില്, അർശസ് രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പരമദിവ്യകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങള്, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന കുഞ്ഞുങ്ങള്, അവർക്ക് ഉപരി വിദ്യാഭ്യാസത്തിന് ആവശ്യമായ റിസൾട്ടുകൾ ലഭിക്കുന്നതിന് വേണ്ടി ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അതുപോലെ തന്നെ വസ്തു വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ, വിറ്റുമാറാത്തവർ, അതിൻ്റെ പേരിൽ കടങ്ങൾ പരിഹരിക്കാൻ പറ്റാത്തവർ, ജപ്തി നടപടികൾ നേരിടുന്നവർ, ജോലിക്ക് ഇൻ്റർവ്യൂ ടെസ്റ്റ് അതിനൊക്കെ പോകുന്നവരെ, അതിന് റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ ഒക്കെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വൈവാഹിക ജീവിതത്തിൻ്റെ തടസ്സങ്ങൾ വർഷങ്ങളായിട്ടും വിവാഹം ഒത്തുവരാത്തവർ, വിവാഹത്തിന് പിരിഞ്ഞുപോയ ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കർത്താവിൻ്റെ കൃപ ലഭിക്കുന്നതിനെ പ്രാർത്ഥിക്കുന്ന, മക്കളില്ലാത്തവർ, അതുപോലെ വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, പലതരത്തിലുള്ള വിഷമം അനുഭവിക്കുന്ന, സാങ്കേതികവും നിയമപരമായ കുരുക്കിൽ അകപ്പെട്ടിരിക്കുന്നവർ കർത്താവിൻ്റെ കൃപയിൽ അതെല്ലാം വിട്ടുമാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്യരാജ്യങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ വിസ പ്രോസസ്സിംഗ് നടക്കുന്നവരെ, വിസ വീണ്ടും പുതുക്കി കിട്ടാത്തവർ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജീവിത പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, തൊഴിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ, അവിടെ വരെല്ലാം ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, കൊച്ചുമക്കൾ, ഗർഭിണിയുടെ രോഗങ്ങൾ, അതുപോലെ ആശുപത്രിയിൽ ആയിരിക്കുന്ന മക്കള്, അവിടെ വരെല്ലാം കർത്താവിന്റെ കണ്ണയ്ക്ക് വേണ്ടി ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഇതിനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം അർപ്പിച്ച കുമാരയോഗ്യതയാ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, വഴിയില്ലാത്തവര്, കർത്താവ് എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾക്ക്, ജപ്തി നടപടികളെ, സാമ്പത്തിക കടങ്ങളാൽ കുട്ടികൾ വരുമാന മാർഗമില്ലാത്തവർ, ജീവിതമാർഗം മുട്ടിപ്പോയവര്, കർത്താവ് സാമ്പത്തിക കടങ്ങൾ അവകാശിക്കുന്ന കടക്കാര്, കടം കൊടുത്തുവിട്ടായില്ലാതെ കർത്താവ് നാടുവിട്ടു പോയാൽ ചിന്തിക്കുന്നവര്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ജീവിത രീതികളിൽ ബാങ്ക് ജപ്തികളും നടപടികളുണ്ടായി സാമ്പത്തിക നടപടി നേരിടുന്നവരെ, പോലീസ് നടപടി നേരിടുന്നവരെ, കോടതി നടപടി നേരിടുന്നവരെ യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാർഗ തടസ്സങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാവരും മുട്ടനിക്കുക. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവസ്നേഹമാണ് ഏറ്റവും വലുതെന്ന് തിരുവചനത്തിലൂടെ ഈശോ വെളിപ്പെടുത്തുകയായിരുന്നു. ദേവാലയത്തിലേക്ക് കയറുമ്പോൾ സൂക്ഷ്മതയുള്ളവനായിരിക്കണം എന്ന തിരുവചനത്തിലൂടെ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം സൂക്ഷ്മതയോടെ പാലിക്കുവാൻ വലിയ അഭിഷേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും
പരിശുദ്ധ ദിവ്യ